മിൻഹ 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 എത്ര നേരമായിട്ടേ നിന്നെ ഞാൻ വിളിക്കുന്നേ? നിനക്ക് ചെവി കേട്ടൂടെ? തൊള്ള പൊട്ടി വിളിക്കല്ലേ? എന്തിനു തൊണ്ട പൊട്ടുന്ന? ഉപ്പ കറിഞ്ഞൂടെ ഞാൻ പഠിക്കാണെന്ന്. പഠിക്കുന്നു നീ IAS പഠിക്കല്ലേ? മതിയാക്ക്, ഞാൻ നിന്നെ വിളിക്കല്ലേ? താഴെ ഒരാള് വന്ന് നിൽക്കാണ്. എൻ്റെ ഉമ്മാന്റെ മൂത്തുമ്മാന്റെ മോനാ വന്ന് നിൽക്കുന്നത്. നീ എവിടെ നോക്കുമ്പോ എന്തോ പറയണം? എത്ര നേരമായിട്ട് വിളിക്കുന്നു? നീ അതൊക്കെ മതി എന്റെ പാടത്തൊക്കെ. നീ കറക്റ്റ് വന്നേ, താഴോട്ട് വന്നേ. ഏത് മൂത്തം ഏത് ബന്ധോ? ചുമ്മാ ഇരിക്കും ഉപ്പാ. ജസ്റ്റ് ലീവ് മീ അലോൺ. കുറെ ആയിട്ടോ. ഒരു പക്ഷേ ഈ മോളും ഈ ഉപ്പയും പ്രതികരിച്ച രീതിയെ ചെറുതായിട്ടൊന്നും മാറിയിട്ടില്ലേ? പിന്നെ കുട്ടി മോളെ മോളെ എന്തുപ്പാ? എന്റെ മോള് എന്ത് ചെയ്യാ? പഠിക്കുപ്പാ. പഠിക്കണ്ട മോള്. അല്ലാ സോറിയടാ മോളെ. താഴെ ഉമ്മാന്റെ മൂത്തുമ്മാന്റെ മോൻ വന്നിട്ടുണ്ട്. ആ യൂണിവേഴ്സിറ്റി പഠിക്കണം. നേരായിട്ട് നിന്നെ കാണണോന്ന് പറയാം. നീ പഠിക്കല്ലേ? ഇല്ലപ്പ ഞാൻ വരാം. 2 minutes ആണോ? 2 minutes നീ 5 minutes എടുത്തോ. പക്ഷെ നീ ഒന്ന് താഴെ വാ. ഒരു കാണട്ടെ. ഓർന്ന് വാ. ഇനി എനിക്ക് പറയാനുള്ളത് മോളോടല്ല, എനിക്ക് പറയാനുള്ളത് ഉപ്പനോടുമല്ല, നിങ്ങളോടാണ്. ബന്ധങ്ങളിൽ വാക്കുകൾക്ക് എത്രത്തോളമാണോ ഇമ്പോർട്ടൻ്റ് ഉള്ളത്, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ടോണിന്. നമ്മൾ ആ പറയുന്ന വാക്കുകളെ എങ്ങനെ പറയുന്നു എന്നത്. ബന്ധങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളേക്കാൾ ആ വാക്ക് പറയാൻ ഉപയോഗിക്കുന്ന ടോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല കേട്ടോ, നമ്മൾ എങ്ങനെ പറയുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയിൽ. നമ്മൾ പുറത്തൊക്കെ അതൊക്കെ പലപ്പോഴും വളരെ സൗകര്യപൂർവ്വം ശ്രദ്ധിക്കാറുണ്ട് അല്ലേ? വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടൊക്കെ നമ്മൾ സംസാരിക്കും. പക്ഷെ വീട്ടിലെത്തുമ്പോൾ നമ്മൾ പറയുന്ന പല വാക്കുകളും പറയുന്ന ആ ടോണും ഒക്കെ തെറ്റിപ്പോറാണ്. വാക്കുകൾ പറയാൻ ഉപയോഗിക്കുന്ന ടോണുകൾ കൊണ്ട് പലപ്പോഴും നമ്മൾ അവരെ ആക്രമിക്കാറ്. കുടുംബം ഇമ്പം വരുന്നതാണ് കുടുംബം എന്ന് പറയാറുണ്ട്. നമ്മളെ മക്കളൊക്കെ എപ്പോഴും ഭയങ്കര തിരക്കിലാണ്. ഫാമിലീസിനെ പോലും കാണാനോ സമയം ചെലവഴിക്കാനോ നമുക്ക് ഒരിക്കലും സമയം ഉണ്ടാവാറില്ല. ബട്ട് ദിസ് ഈസ് എ റിമൈൻഡർ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ഉപ്പനറിയാം, ഉപ്പൻ്റെ ഉപ്പനറിയാം. പക്ഷെ ഉപ്പൻ്റെ ഫാമിലി ഒന്നും എനിക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷെ എന്നാലും എപ്പോഴെങ്കിലും നമ്മുടെ ഫാമിലീസ് ഒക്കെ വരുന്ന സമയത്ത് അവർ പോയി കണക്ട് ചെയ്യാനും അവരുമായിട്ട് ഇരിക്കാനും അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും കസിൻസിൻ്റെ കൂടെ ഫാമിലീസിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല ടൈമിംഗ് എന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കസിൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ടാഗ് ചെയ്യുക എന്തായാലും. കാണുന്ന ഉപ്പമാരോടാണ്, ഉമ്മമാരോടാണ്. നമുക്കൊക്കെ ഒരുപാട് ബന്ധുക്കളുണ്ടാവും. നമ്മുടെ ഈ ബന്ധുക്കളെയൊന്നും പലപ്പോഴും നമ്മുടെ മക്കൾക്കൊന്നും നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവില്ല. നമുക്ക് അറിയുമ്പോഴാണ് കണക്ട് ചെയ്യാൻ തോന്നുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന മാതാപിതാക്കൾ ആൽബം ഉണ്ടെങ്കിൽ ആൽബം എടുത്ത് മക്കളെ കാണിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ അപ്പൻ്റെ അമ്മയുടെയൊക്കെ ഫാമിലി മെമ്പേഴ്സിനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് മക്കളെ അവരെ കാണാൻ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ മക്കൾ ഹെസിറ്റേറ്റ് ചെയ്യില്ല. അറിയുമ്പോഴാണ് കണക്ട് ചെയ്യാൻ തോന്നുന്നത്. അറിയാൻ പറ്റണേ.